താൻ തമാശയായി തള്ളിക്കളഞ്ഞ കാര്യം എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലായത് ഫിറുവുമായി ആദിയുടെ വിവാഹമുറപ്പിച്ചതറിഞ്ഞപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ തല്ലിപ്പൊട്ടിച്ച് ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് കരയുന്നവനെ കണ്ടപ്പോഴാണ്. ഉപ്പ പറഞ്ഞത് കേട്ട് വളരെ ഹാപ്പിയായിരുന്നു അബി. എന്നേക്കുമായി അവളെ സ്വന്തമാക്കാനുള്ള വഴിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ വളരെ ആഴത്തിലാണ് അത് പതിഞ്ഞത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. കൗമാരപ്രായത്തിലേക്ക് കടന്ന അബിയുടെ മനസ്സിലേക്ക് ആദി കൂടുതൽ ശക്തിയായി പടർന്നു കയറി. ഇടതൂർന്ന പീലികളാൽ സമ്പുഷ്ടമായ അവളുടെ കറുത്ത മിഴികൾ, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന അവളുടെ മുഖം, ചിരിക്കുമ്പോൾ ഉരുണ്ടു കയറുന്ന അവളുടെ കവിളുകൾ, കീഴ്ചുണ്ടിന് തൊട്ടു താഴെയുള്ള ചെറിയ മറുക്, എല്ലാം അവൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോഴായിരുന്നു. പ്രായത്തിനനുസരിച്ച് ആദിയിലും പ്രകടമായ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അബിയും അവൻ്റെ ഉപ്പയും തമ്മിലുള്ള അകൽച്ച എല്ലാം മാറിയതും പതിയെ പതിയെ ആദിയുടെ മനസ്സിൽ അബിയോടുള്ള സഹതാപം കുറഞ്ഞു വന്നു. അബിക്കും അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അവനെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ സ്നേഹവും കരുതലും മാത്രം മതി. ഇനിയൊരിക്കൽ അവിടെ തനിക്കുള്ള പ്രണയവും വരണം. അതൊരിക്കലും സഹതാപം കൊണ്ടാവരുത്. അബിയും ഹാഷിയും 10ാം ക്ലാസ്സിലേക്ക് കടന്നപ്പോഴാണ് ആദി ഡിഗ്രിക്ക് എറണാകുളത്ത് ചേർന്നത്. സിയാനും ഹയാനും അവളുടെ കൂടെ ചേർന്നിരുന്നു. അതോടെ വീട്ടിലേക്കുള്ള വരവ് വല്ലപ്പോഴും മാത്രമായി. മുൻപത്തെ അപേക്ഷിച്ച് അബിയുമായി കാണുന്നതും സംസാരിക്കുന്നതും കുറവായിരുന്നു. എങ്കിലും ഓരോ തവണ വീട്ടിൽ വരുമ്പോഴും തൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ഹാഷിക്ക് എന്തെങ്കിലും വാങ്ങുമ്പോൾ കൂടെ അബിക്കും കരുതുമായിരുന്നു. എന്നാൽ അബിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നത് ഓരോ പിറന്നാളിനും മറക്കാതെ അവൾ അയക്കുന്ന കാർഡുകളായിരുന്നു. തനിക്കായി മാത്രം വരുന്ന കാർഡിലെ അവസാന വാക്കുകൾ. അതിനായി മാത്രം എല്ലാ വർഷവും അവൻ കാത്തിരുന്നു. ആശംസകളോടെ നിൻ്റെ ആദി. ആ അക്ഷരങ്ങളിൽ തഴുകി തലോടി അവന് മതിയാവില്ലായിരുന്നു. ഇതിനിടയിൽ ഷബാന പ്രതീക്ഷയറ്റ് തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോയി. തൻ്റെ മകൻ അമാനെയും കൂട്ടിയാണ് അവർ പോയത്. പക്ഷേ ഹബി ഹംദിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ആദിയെ തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരു തരത്തിൽ അവരാണല്ലോ കാരണക്കാരി. മാത്രവുമല്ല, തൻ്റെ അനിയനെ കാണാതെ തൻ്റെ ഉപ്പ വിഷമിക്കുന്നത് അവന് അറിയുന്നുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് അബിയും ഹാഷിയും എൻട്രൻസ് കോച്ചിങ് ചെയ്യുമ്പോഴാണ് ഷായ്ക്ക് ആക്സിഡൻ്റ് ആവുന്നത്. അതോടെ ആ വർഷം ഡിഗ്രി പൂർത്തിയാക്കിയ ആദി ബിസിനസ്സിലേക്ക് ഇറങ്ങി. വാപ്പിയുടെ അഭാവത്തിൽ എല്ലാം ചെയ്യാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടി. അതോടെ മുൻപ് ഇടയ്ക്കെങ്കിലും കണ്ടിരുന്ന അവളെ അവന് ഒട്ടും കാണാൻ കഴിയാതെയായി. രാത്രി വളരെ വൈകി വരുന്ന അവൾ രാവിലെ നേരത്തെ തന്നെ ഓഫീസിലേക്ക് തിരിക്കുമായിരുന്നു. തുടക്കക്കാരിയായിരുന്നിട്ടും അവളുടെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് അറിയുമ്പോൾ അവളോട് വല്ലാത്ത ബഹുമാനം തോന്നി അവന്. പക്ഷേ അവളെ കാണാതെ ഒരുപാട് ദിവസം കടന്നുപോയപ്പോൾ അവന് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അവളെ കാണാതെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് തോന്നിയതും അന്നാദ്യമായി അവൻ ചിറക്കൽ വീടിൻ്റെ മതിൽ ചാടി. ബാൽക്കണിയുടെ വാതിൽ തുറന്നിട്ട് ഉറങ്ങുന്ന ശീലമുണ്ട് അവൾക്ക്. അധികമാരും അറിയാത്ത ഒരു ശീലം. കറുത്ത ആകാശം കാണുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതറിയാവുന്ന അവൻ അവളുടെ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് വലിഞ്ഞു കയറി. അവിടെ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അവൾ. ഒരു വെള്ള ടീഷർട്ടും പിങ്ക് പലാസോ പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ അവനെ അത്ഭുതപ്പെടുത്തിയത് കട്ടിലിൽ പരന്നു കിടക്കുന്ന അവളുടെ കറുത്ത ചുരുണ്ട ഇടതൂർന്ന മുടിയായിരുന്നു. അവളുടെ 13ാം വയസ്സ് മുതൽ തട്ടം ഉപയോഗിച്ചിരുന്നു. അതിൽ പിന്നെ അവൻ അവളെ ഇതുപോലെ തല മറയ്ക്കാതെ കണ്ടിട്ടില്ല. അവൻ അവളുടെ മുൻപിൽ കട്ടിലിലിരുന്നു. രാവിലെ മുതലുള്ള ക്ഷീണം അവളുടെ മുഖത്ത് കാണുന്നുണ്ട്. അവളെ ശല്യപ്പെടുത്തുന്ന മുടിയിഴകളെ അവൻ ചെവിക്ക് പിന്നിലേക്ക് നീക്കിവെച്ചു. ഒന്ന് ഇക്ലി ആയതുപോലെ അവളൊന്ന് തല വെട്ടിച്ചു തിരിഞ്ഞു കിടന്നു. അതോടൊപ്പം അവൻ്റെ കൈ പിടിച്ച് മാറോട് ചേർത്ത് ചുറ്റിപ്പിടിച്ചു. അത് പ്രതീക്ഷിക്കാത്തതിനാൽ അവനൊന്ന് മുന്നോട്ട് ആഞ്ഞുപോയി. അവളുടെ മുടിയിൽ നിന്നുയരുന്ന സുഗന്ധം അവനെ മത്ത് പിടിപ്പിക്കാൻ തുടങ്ങി. സ്വയം മറന്ന് അവളുടെ മുടിയിൽ തല പൂഴ്ത്തി അവനത് ആസ്വദിച്ചു. പിന്നെ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലും കവിളുകളിലും ചുണ്ടുകളിലുമായി ഒഴുകി നടന്നു. ഉറങ്ങിക്കിടക്കുന്ന അവൾ ഒരു പനിനീർ പൂവാണ് എന്ന് തോന്നി അവന്. ഇത്ര അടുത്ത് ആദ്യമായി കാണുകയായിരുന്നു അവളെ. അവളുടെ തുടുത്ത കവിളിൽ ചുണ്ട് ചേർക്കാനൊരുങ്ങിയ അവൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അവിടെ നിന്നും എഴുന്നേറ്റു. പക്ഷേ അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ മാറോട് ചേർത്ത് തന്നെയായിരുന്നു. അവൻ അവളെ ഉണർത്താതെ ആ കൈ വേർപെടുത്തി. ശേഷം അവളൊന്ന് പുതപ്പിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. റൂമിലെത്തിയ അവൻ അവളെ കണ്ട സമാധാനത്തിൽ ഉറങ്ങാൻ കിടന്നു. പക്ഷേ സാധിച്ചില്ല. അവൻ്റെ മനസ്സ് അപ്പോഴും അവളുടെ അടുത്ത് തന്നെയായിരുന്നു. അവളുടെ ഗന്ധം അവനെ ചുറ്റിപ്പറ്റിയുള്ളതായി അവന് തോന്നി. അവൾ ചേർത്ത് പിടിച്ച അവൻ്റെ കൈ അവൻ തൊട്ടു നോക്കി. അവിടെ ഇപ്പോഴും അവളുടെ കൈയിൻ്റെയും മാറിൻ്റെയും ചൂട് അവൻ അനുഭവപ്പെട്ടു. ഈ ജന്മം മുഴുവൻ അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി ഇരു കൈകളാൽ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി കിടക്കാൻ അവന് തോന്നി. ആ ദിവസത്തിന് ശേഷം പിന്നീട് അവളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈ മതിലുചാട്ടം അവൻ പതിവാക്കി. ഒരു വർഷത്തിന് ശേഷം ഷാ അവളുടെ MBA ചെയ്യാൻ വിദേശത്തേക്ക് അയക്കാൻ ഒരുങ്ങി. അബിക്ക് ഒരുപാട് വിഷമമായെങ്കിലും അവൾ തിരിച്ചു വരുമ്പോഴേക്കും അവളോടുള്ള പ്രണയം തുറന്നു പറയാൻ തയ്യാറാവണം എന്ന ചിന്തയിൽ അവനത് അടക്കി നിർത്തി.
എൻട്രൻസ് കഴിഞ്ഞ് അബി മെഡിസിനും ഹാഷി എഞ്ചിനീയറിംഗും എടുത്തു. അതോടെ ആദ്യമായി അവർ രണ്ടും രണ്ട് കോളേജിലായി. എങ്കിലും അവരുടെ സൗഹൃദത്തിന് ഒരു കോട്ടവും പറ്റാതെ കൊണ്ടുപോയി. പുതിയ കൂട്ടുകാരെ കിട്ടിയെങ്കിലും പരസ്പരം രണ്ടുപേർക്കും മനസ്സിലുള്ള സ്ഥാനം അവരാർക്കും നൽകിയില്ല. ഈ സമയം ഹംദ് അബിക്കൊരു വീടിൻ്റെ ചാവി കൊടുത്തു. വഹീദയുടെ വീടിൻ്റെ കീ ആയിരുന്നു അത്. അവളുടെ ഉപ്പയും ഉമ്മയും മരിച്ചപ്പോൾ അനാഥമായ ആ കൊച്ചു വീട് അബിക്ക് അവൻ്റെ ഉമ്മയുടെ സമ്മാനമായി നൽകി. ആ വീട് അബിക്ക് ഒരുപാട് ഇഷ്ടമായി. ആദിയെ വല്ലാതെ മിസ് ചെയ്യുന്നത് കൊണ്ട് അവൻ ആ വീട് അവനെയും അവളുടെയും ലോകമാക്കി മാറ്റി. ആ വീട് മുഴുവൻ പലപ്പോഴായി അവൾ അറിയാതെ അവനെടുത്ത ഫോട്ടോസ് കൊണ്ട് നിറച്ചു. കൂടാതെ അവൻ വരച്ച അവളുടെ ചിത്രങ്ങളും. ആദി പോയെങ്കിലും ഇടയ്ക്ക് അവൾ വിളിക്കുമായിരുന്നു. നാളുകൾക്ക് ശേഷം അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും. ആദ്യത്തെ കുറച്ച് ദിവസം ഒന്നും തന്നെ പറയാൻ കഴിയില്ല. അവളെ കാണാതിരിക്കുമ്പോൾ അവളോടുള്ള പ്രണയം അധികരിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി. ഒഴിവ് ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ അധികവും അവൻ ചിറക്കൽ തന്നെ കൂടും ഹാഷിയോടൊപ്പം. ഒരിക്കൽ അവിടെ തന്നെ നോക്കുന്ന ഒരു ജോഡി കണ്ണുകളിലെ തിളക്കം അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതവനെ വല്ലാതെ അലോസരപ്പെടുത്തി. ഹാഷിയും ഇത് ശ്രദ്ധിച്ചിരുന്നു. ഹന, ഹാഷിയുടെ കൊച്ചുപ്പ ഹക്കീമിൻ്റെ മകൾ. ആ തിളക്കത്തിൻ്റെ കാരണം തന്നോടുള്ള പ്രണയമാണെന്ന് മനസ്സിലാക്കിയതും ഒരു നോട്ടം കൊണ്ടുപോലും അവൻ അവൾക്ക് പ്രതീക്ഷ നൽകിയില്ല. കുറേ നാൾ ഇത് തുടർന്നപ്പോൾ ഹാഷി ഹനയെ പിടിച്ചു നിർത്തി ചോദിച്ചു. അവൾ അബിയോട് തോന്നുന്ന ഇഷ്ടത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു. കൂടാതെ അവനെ സ്വന്തമാക്കാൻ അവളെ സഹായിക്കാനും. അബിയോട് സംസാരിക്കാം എന്നവൻ സമ്മതിച്ചെങ്കിലും ഒരിക്കൽ അവനെ ഒന്നിനും നിർബന്ധിക്കില്ലെന്ന് ഹാഷി തീർത്തു പറഞ്ഞു. അന്ന് രാത്രി ഹാഷി അബിയെ ചിറക്കൽ തന്നെ പിടിച്ചു നിർത്തി. രാത്രി ഒരുമിച്ച് കിടക്കുമ്പോൾ ഹനയെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൾക്ക് അവനെ ഇഷ്ടമാണ് എന്ന്, അവനോട് പ്രണയമാണ് എന്ന്. എനിക്കത് നേരത്തെ മനസ്സിലായതാണ് ഹാഷി. ഇടതടവില്ലാതെ എന്നിലേക്ക് വരുന്ന അവളുടെ കണ്ണുകൾ എല്ലാം വിളിച്ചു പറഞ്ഞതാണ്. വൈകാതെ തന്നെ അവളോട് പറയും എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ നിന്നെ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? സ്നേഹിക്കാൻ കഴിയുമോ നിനക്ക് അവളെ? ഇല്ല ഹാഷി, അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് കൊണ്ട്. അതെപ്പോ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ തെണ്ടി. ആദ്യം ഞാൻ അവളോട് പറയട്ടെ, എന്നിട്ട് നിന്നോട് പറയാം എന്ന് കരുതി. അയ്യേ, അപ്പോൾ അവൾക്കറിയില്ലേ? വൺ സൈഡാണോ? എന്തായാലും വൈകിക്കാതെ അവളോട് ചെന്ന് പറയടാ. പറയണം. അതിനു മുൻപ് ഒരുപാട് പണിയുണ്ട്. പറ, ആൾ ആരാണെന്ന്. ഇപ്പോൾ പറയില്ല, എല്ലാം ശരിയാവട്ടെ, അപ്പോൾ പറയാം. ശരി, ആളെ പറയണ്ട. കാണാൻ എങ്ങനെ എന്ന് പറ. അതൊന്നും പറയില്ല, മിണ്ടാതെ കിടന്നുറങ്ങടാ. അവൻ്റെ ഒരു ആകാംക്ഷ. അതും പറഞ്ഞ് അബി അവിടെ നിന്ന് ഹാളിലെ ബാൽക്കണിയിലേക്ക് നടന്നു. ഹാഷി അവനെ നോക്കി പിറുപിറുത്തുകൊണ്ട് ബെഡിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഹന പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ബാൽക്കണിയിലേക്ക് പോയ അബിയുടെ കൂടെ അവളും ചെന്നു. പുറകിൽ ആൾപെരുമാറ്റം തോന്നിയതും അബി തിരിഞ്ഞു നോക്കി. ഞാൻ കേട്ടു പറഞ്ഞതെല്ലാം. നിനക്ക് മാത്രമല്ലേ അവളോട് സ്നേഹമുള്ളൂ? നീ അവളോട് പ്രണയം പറയുമ്പോൾ റിജക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞാൻ കാത്തിരുന്നോളാം. അവളെന്നെ സ്നേഹിച്ചേ മതിയാകൂ ഹന. എനിക്ക് ജീവിക്കാൻ അവൾ എൻ്റെ കൂടെ ഉണ്ടായേ തീരൂ. മറ്റൊരാൾക്കും അവളെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എൻ്റെയാണ്, എൻ്റേത് മാത്രം. അവൻ്റെ കണ്ണുകളിൽ പ്രണയത്തേക്കാൾ കൂടുതൽ അവളോടുള്ള ഭ്രാന്താണ് ഹനയ്ക്ക് കാണാൻ കഴിഞ്ഞത്. ദേഷ്യം കൊണ്ട് അവനെ കഴുത്തിലെ ഞരമ്പുകൾ എടുത്തു പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ചുവന്ന കണ്ണുകൾ ഇറുക്കിയടച്ച് മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അവനെ കണ്ടപ്പോൾ ഒരു വേള അവൾക്ക് ഭയം തോന്നി. തൻ്റെ വാക്കുകളിലെ അവളുടെ റിജക്ഷൻ എന്ന ഭാഗമാണ് അവനെ ദേഷ്യം പിടിപ്പിച്ചത് എന്നവൾക്ക് മനസ്സിലായി. പിന്നെ ഒന്നും പറയാതെ അവൾ അവിടെ നിന്നും പോയി. അബിയുടെ കൈകൾ ഹാൻഡ് റെയിലിൽ കിടന്നു മുറുകാൻ തുടങ്ങി. ദേഷ്യം കൊണ്ടോ എന്തോ അവൻ്റെ ചുവന്ന കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആദി എന്നെ വേണ്ടെന്ന് പറയുമോ? അവൾക്കെന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? ഓരോന്ന് ഓർക്കും തോറും അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇല്ല ആദി, എന്നെ സ്നേഹിക്കുകയല്ലാതെ നിനക്ക് വേറെ ഓപ്ഷനില്ല. മറ്റാർക്കും നീ നിന്റെ ഹൃദയം കൊടുത്തു പോവരുതാദി. അങ്ങനെയായാൽ പിന്നെ ഞാൻ നിന്നെ വേദനിപ്പിച്ച് സ്വന്തമാക്കേണ്ടി വരും. എൻ്റെ സ്വന്തമായി നിന്നെ എനിക്ക് വേണം പെണ്ണെ. ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ മനസ്സ് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഹന. നിറഞ്ഞൊഴുകാൻ വെമ്പി നിൽക്കുന്ന അവളുടെ കണ്ണുകളെ അവൾ വാശിയോടെ പിടിച്ചു നിർത്തി. അത്ര പെട്ടെന്ന് നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അബി. അവൾ ആരാണെന്ന് എനിക്കറിയണം. അവളോട് നിന്റെ കണ്ണിൽ കണ്ട ഭ്രാന്ത്, അത് എനിക്കായി നിന്നിൽ വരണം. അതിനുവേണ്ടി അവസാനം വരെ ഞാൻ ശ്രമിക്കും. ഇനി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും അബി. ആരോടും പറയാതെ നീ നിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവളെ കണ്ടെത്താൻ, അവൾക്ക് പകരം എന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ. മനസ്സിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവൾ ഉറങ്ങാൻ കിടന്നു. താൻ പറഞ്ഞതൊന്നും ഹന കാര്യമാക്കിയിട്ടില്ലെന്ന് അബിക്ക് മനസ്സിലായത് അടുത്ത വർഷം ജൂനിയറായി അവൾ അവൻ്റെ കോളേജിൽ വന്നപ്പോഴാണ്. അബിക്ക് കോളേജിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഇമ്രാനും വിനോദുമാണ്. രണ്ടുപേരും കൊച്ചിക്കാരാണ്. ആദ്യമായി കോളേജിൽ വന്നപ്പോൾ ആരോടും കൂട്ടുകൂടാൻ ഇഷ്ടമില്ലാതെ ഒറ്റയ്ക്ക് നിന്നിരുന്ന അവനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്ത് കൂട്ടുകൂടിയതാണ് അവർ. ഹോസ്റ്റലിൽ 3 പേരും ഒരുമിച്ചായിരുന്നു.
പൊതുവെ ആരോടും അധികം സംസാരിക്കാതെ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം നൽകുന്ന അവൻ വാ തോരാതെ ഹാഷിയോട് സംസാരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു. അവനിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അവരും ഹാഷിയോട് കൂട്ടായി. ആദ്യം കുറച്ച് ബലം പിടിച്ചെങ്കിലും പിന്നീട് അവനും അവരിൽ ഒരാളായി. നല്ല സ്മാർട്ടായ അവരേക്കാൾ അധികം ആരോടും സംസാരിക്കാത്ത, ആരെയും ശ്രദ്ധിക്കാത്ത അബിക്കായിരുന്നു ആരാധികമാർ കൂടുതൽ. ആരൊക്കെ അവൻ്റെ പിറകെ വന്നാലും അവർക്കൊന്നും യാതൊരു വിലയും അവൻ കൽപ്പിച്ചിരുന്നില്ല. പോകെ പോകെ അവന് ഇടയ്ക്കെപ്പോഴെങ്കിലും വരുന്ന ഫോൺ കോൾ അവർ ശ്രദ്ധിച്ചു തുടങ്ങി. ആ കോൾ വരുന്ന സമയത്തെ അവൻ്റെ മുഖത്തെ സന്തോഷം നിറഞ്ഞ ചിരിയും എല്ലാം അവരെ സംശയിപ്പിച്ചു. അന്നത്തെ ദിവസം മുഴുവൻ അവൻ നല്ല ഉന്മേഷത്തിലായിരിക്കും. ഇതെല്ലാം കണ്ട് ഒരു ദിവസം അവനെ പിടിച്ചു നിർത്തി അതാരാണെന്ന് ചോദിച്ചു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു ആദിയെക്കുറിച്ച്, അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന സാഹചര്യത്തെക്കുറിച്ച്. അങ്ങനെ അവളോടുള്ള പ്രണയം ഒഴിച്ച് എല്ലാം അവൻ അവരോട് പറഞ്ഞു. അവൻ്റെ വാക്കുകളിലൂടെ അവളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. ഹന അബിയുടെ പ്രണയത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചത് അവരിലൂടെയായിരുന്നു. എന്നാൽ അവൾക്ക് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അബിയുടെ ഉപ്പയും ഹാഷിയും ആദിയും അല്ലാതെ വേറൊരു ഫോൺ കോൾ പോലും അവന് വരാറില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരു വേള അങ്ങനെയൊരു പെണ്ണില്ല എന്ന് പോലും അവൾ സംശയിച്ചു. എങ്കിലും അന്ന് അവൻ്റെ മുഖത്ത് കണ്ട ഭാവം അവളെ ആ പെണ്ണിനെക്കുറിച്ച് അന്വേഷിക്കാൻ വീണ്ടും പ്രേരിപ്പിച്ചു. അത് തൻ്റെ ഇത്തയാവുമെന്ന് ഒരിക്കൽ പോലും അവൾ സംശയിച്ചില്ല. തന്നാലാവുന്ന വിധം അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒരു നോട്ടം കൊണ്ടുപോലും അവൻ അവളെ പരിഗണിച്ചില്ല. ഈ സമയത്താണ് ചിറക്കൽ വീട്ടിൽ റഹ്മാൻ തൻ്റെ മകൻ ഫിറുവുമായി ആദിയെ ചോദിച്ചു വന്നത്. ഹാഷി കോളേജിൽ നിന്ന് സ്പോർട്സ് മീറ്റിന് പോയ സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. വീട്ടിലെല്ലാവർക്കും ഈ ബന്ധം വളരെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ആദി കുറേ എതിർത്തെങ്കിലും എല്ലാവരും കൂടി അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എങ്കിലും കുറച്ചുകൂടി സമയം വേണമെന്ന് അവളുടെ ആവശ്യം മുൻനിർത്തി 1 മാസം കഴിഞ്ഞ് MBA തീർത്ത് വരുന്ന ഉടനെ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് അവർ തീരുമാനിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഹാഷി ഇതെല്ലാം അറിയുന്നത്. തൻ്റെ ദീതുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ താൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഫോൺ പോലും എടുക്കാതെ പിണങ്ങി തറവാട്ടിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അബി ഇത് അറിഞ്ഞിരുന്നില്ല. അബി അറിഞ്ഞു കാണുമെന്ന് കരുതി ഹംദും അവനോട് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. അവസാനം വിളിച്ചപ്പോൾ 1 മാസത്തിനുള്ളിൽ തിരികെ വരുമെന്ന് അബിയോട് ആദി പറഞ്ഞിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഒരാഴ്ച സ്റ്റഡി ലീവ് നാട്ടിലേക്ക് പോകാൻ അബി തീരുമാനിച്ചത്. എന്നാൽ പിന്നെ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ഇമ്രാനും വിനോദും അവൻ്റെ കൂടെ കൂടി. അവർ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. ഹാഷി ഫോൺ എടുക്കാതായപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഇമ്രാനെയും വിനോദിനെയും കൂട്ടി അവൻ ചിറക്കിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അബി ഫിറുവുമായി ആദിയുടെ വിവാഹം ഉറപ്പിച്ചതും അതറിഞ്ഞ് ഹാഷി തറവാട്ടിലേക്ക് പിണങ്ങിപ്പോയതും എല്ലാം അറിഞ്ഞത്. അബിയുടെ ശ്വാസം വിലങ്ങി, ഹൃദയം മിടിക്കാൻ മറന്നുപോയി. ആദിയുടെ വിവാഹം അത്രയേ അവൻ കേട്ടുള്ളൂ. നെഞ്ചിൽ ആരോ കത്തി കുത്തിയിറക്കും പോലെ തോന്നി അവന്. ഒന്നും മിണ്ടാതെ ചിറക്കിൽ നിന്നവൻ തിരികെ നടന്നു. പിറകിൽ നിന്ന് സെബീനെ വിളിച്ചെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്താ കാര്യമെന്ന് മനസ്സിലായില്ലെങ്കിലും സെബീനയോട് പറഞ്ഞു ഇമ്രാനും വിനോദും അവിടെ നിന്നും ഇറങ്ങി. അബിയുടെ കൂടെ പോയി. വീട്ടിലെത്തിയതും അവരെ കൂട്ടാതെ അവൻ അവൻ്റെ റൂമിലേക്ക് പോയി. ആഹാ, ഇത്ര പെട്ടെന്ന് തിരികെ വന്നു. ഇവനെന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? എന്ത് പറ്റി? ആദിയുടെ വിവാഹം ഉറപ്പിച്ചു അല്ലേ? അവനറിഞ്ഞിട്ടില്ല. ഹാഷി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ല, കുറച്ച് ദിവസമായിരുന്നു ഹാഷിയുടെ ഫോൺ വന്നിട്ട്. പെട്ടെന്ന് മുകളിൽ അബിയുടെ റൂമിൽ നിന്നും എന്തൊക്കെയോ പൊട്ടിത്തെറിയുന്ന ശബ്ദം കേട്ട് കൂടെ അവൻ്റെയും അലർച്ചയും. എന്താണെന്ന് മനസ്സിലാവാതെ അവർ 3 പേരും മുകളിലേക്ക് ഓടി. ലോക്ക് ചെയ്തിരുന്ന വാതിലിൽ അവർ തട്ടി വിളിച്ചു. അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. റൂമിലെ ഓരോ സാധനങ്ങളായി അവൻ തട്ടിമറിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വാതിൽ തുറക്കാഞ്ഞത് കണ്ടപ്പോൾ അവർ 3 പേരും കൂടി അത് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി. റൂമിൻ്റെ കോലം കണ്ടവർ ഞെട്ടിപ്പോയി. ഇനി ഇവിടെ നശിക്കാത്തതായി ഒന്നുമില്ല. ഹംദ് വേഗം പോയി അബിയെ ഒതുക്കി പിടിച്ചു. എന്താ ഈ കാണിക്കുന്നത് അബി? ഭ്രാന്തു പിടിച്ചോ നിനക്ക്? അബി ഹംദിൻ്റെ കൈ തട്ടിമാറ്റി അവനെ പിറകിലേക്ക് തള്ളി. ആ, ഭ്രാന്താണ് എനിക്ക്. അറിയാവുന്നതല്ലേ എനിക്ക് ആദി ഇല്ലാതെ പറ്റില്ലെന്ന്. അവളെ സ്വന്തമാക്കിക്കൊള്ളാൻ പറഞ്ഞതല്ലേ എന്നോട്. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ? അവൾ എൻ്റെയാണ്. ആർക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. എല്ലാവരും എന്നോട് അടുത്തപ്പോഴാണ് അവൾ എന്നിൽ നിന്നും അകന്നത്. വേണ്ടായിരുന്നു, ആരും എന്നോട് അടുക്കണ്ടായിരുന്നു. എങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടായേനെ. എല്ലാവരും കൂടി അവളെ എനിക്ക് നഷ്ടപ്പെടുത്തും. അന്നേ ഞാൻ പറഞ്ഞതല്ലേ അവളോട് പറയാമെന്ന്. അപ്പോൾ എന്നെ തടഞ്ഞതല്ലേ? അവൾ തിരികെ വരുമ്പോൾ എല്ലാം പറയാനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്കും എല്ലാവരും കൂടി അവളെ എന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുവാണോ? സമ്മതിക്കില്ല ഞാൻ. അവളോട് ചേർത്ത് ആരുടെയും പേര് വരാൻ ഞാൻ സമ്മതിക്കില്ല. അബി പറയുന്നത് കേട്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു 3 പേരും. ആദ്യം അവൻ്റെ പ്രണയമാണെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല. ഹംദിൻ്റെ മനസ്സിലൂടെ അവൻ പണ്ട് പറഞ്ഞതൊക്കെ കടന്നുപോയി. കൈകൾ മുടിയിൽ കൊരുത്തി വലിച്ച് നിലത്തേക്ക് ഊന്നിയിരുന്നു അബി. അവൾ എനിക്ക് വേണം, എനിക്ക് അവളെ വേണം. അവൻ പുലമ്പിക്കൊണ്ടേയിരുന്നു. ഒരു വേള തൻ്റെ മകൻ്റെ മനസ്സ് കൈവിട്ടു പോകുമോ എന്നയാൾ ഭയപ്പെട്ടു. അബി
അവൾക്ക് നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു സ്ഥാനമുണ്ടെന്ന് കരുതിയില്ല. പക്ഷേ ഇനി എന്ത് ചെയ്യാനാ? എൻഗേജ്മെൻ്റ് അടുത്തില്ലേ? ആളുകളെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഉപ്പ തന്നെ അവരോട് നിനക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. എല്ലാവരും പോയിക്കോ. അബി അവരെ തള്ളി റൂമിന് വെളിയിലാക്കി. അങ്കിൾ, ഇനി എന്താ ചെയ്യുക? അബിയെ ഒരിക്കലും ഞങ്ങളിങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയും തീവ്രമായ ഒരു പ്രണയം അവനിലുണ്ടെന്ന് ഞങ്ങളും അറിഞ്ഞില്ല. എൻ്റെ മോൻ ഇതുവരെ എന്നോടൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല അവളെയല്ലാതെ. പക്ഷേ അന്ന് ഞാനത് തമാശയായി തള്ളിക്കളഞ്ഞു. ഇനി എന്ത് വന്നാലും അവളെ നേടിക്കൊടുക്കണം. ആ സമയത്ത് അബി ബാഗുമായി റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഈ എൻഗേജ്മെൻറ്റ് നടക്കില്ല ഉപ്പാ, നടത്തിക്കില്ല ഞാൻ. അതും പറഞ്ഞവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹംദ അവൻ്റെ കൂട്ടുകാരെ നോക്കി. അത് മനസ്സിലായതുപോലെ അവർ അയാളുടെ കൈ കൂട്ടിപ്പിടിച്ചു. അങ്കിൾ, പേടിക്കണ്ട. അവൻ എന്ത് ചെയ്യുവാണെങ്കിലും ഞങ്ങളും കൂടെ ഉണ്ടാകും. അതും പറഞ്ഞ് അവരും അവൻ്റെ പിന്നാലെ ബൈക്കെടുത്തു പോയി. അബി നേരെ പോയത് അവൻ്റെ ഉമ്മയുടെ വീട്ടിലേക്കായിരുന്നു. ആ വീടിനുള്ളിലേക്ക് കടന്നതും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോസും പെയിൻറ്റിങ്സും കണ്ട് ഇമ്രാനും വിനോദും അത്ഭുതപ്പെട്ടു. ആദ്യമായി കാണുകയായിരുന്നു ആദിയെ. അറിയാതെ എടുത്ത ഫോട്ടോസാണ് മുഴുവനും. അതിൽ നിന്നും വളരെ സുന്ദരിയാണ് ആദി എന്ന് അവർക്ക് തോന്നി. അവനും അവളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ് ഇതെന്ന് അവർക്ക് മനസ്സിലായി. അബിയുടെ കൂടെ റൂമിലേക്ക് ചെന്നതും, നിങ്ങൾ തിരികെ പോയിക്കോ, ഇതിന് ഞാൻ മാത്രം മതി. അങ്ങനെ നീ ഒന്നും ഒറ്റയ്ക്കുണ്ടാക്കണ്ട. എന്തിനാണെങ്കിലും ഞങ്ങളും കൂടെ ഉണ്ടാകും. എന്താ പ്ലാനെന്ന് പറ. അതിനവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു.